ഹലോ, സുജേഷ് തെക്കിനി. ഹായ് ഹായ്, അറിയോ? നമസ്കാരം, മനസ്സിലായോ? എന്തുണ്ട് വിശേഷം? സുഖാണോ? വീട്ടിലാണോ? ശരി. സാറല്ല, ബോച്ചയാണ്. എവിടെയാ സ്ഥലം? ഞാൻ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം. കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്, പിന്നെ ഫിജി കാർഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ശരി. അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. അപ്പോ സന്തോഷ വാർത്ത അറിയിക്കാനാണ്. 10 ലക്ഷം അടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുകയാണ്. ജനനം എപ്പോൾ, ഏതു മാസമാണ്? ഒക്ടോബർ 30. രാഹുകാലാണോ? എത്ര മണിക്കാണ് ജനനം? സമയം കൃത്യമായിട്ട് അറിയില്ല. അന്ന് ഇപ്പൊ ഇതാണ് സമയം. രാശി തെളിഞ്ഞിരിക്കുകയാണ്. രാശി കേതുവിലാണ്. എന്താ ചെയ്യണത്? എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഫിജി കാർട്ട്, പിന്നെ വേറെ എന്താ ചെയ്യണത്? ഫിജി സ്റ്റോർ ഉണ്ട് അല്ലേ? ഓക്കെ. ഫിജി സ്റ്റോറില് ചായപ്പൊടിയൊക്കെ കിട്ടി തുടങ്ങിയോ? കിട്ടാൻ തുടങ്ങി. വിൽക്കുന്നുണ്ട് സ്റ്റോറിയോടെ? അപ്പൊ ഒരു സംശയം, ഫിജി സ്റ്റോറില് ബോച്ചേട്ടി നിങ്ങൾ കസ്റ്റമറിനാണ് കൊടുക്കണത്, എല്ലാം നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത്? ഒരെണ്ണത്തില് 10 ആദ്യത്തെ. അപ്പൊ നിങ്ങള് നമ്മുടെ ഫിജി സ്റ്റോർ പാർട്ട്ണർ ആയ പോരെ. ഈ നിലയ്ക്കാണ് ഞങ്ങളുടെ വരാൻ പോണ ബോച്ചെ ഗോൾഡ് ലോൺ, ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിങ് കടയും കൂടി ഇട്ടുതരാം നിങ്ങക്ക്. കാരണം നിങ്ങളുടെ സമയം നല്ലതാ. അപ്പൊ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ കൂടാം ബോച്ചെ പാർട്ട്ണർ ആയിട്ട്. ഓക്കെ. എവിടെയാണ് ഫിജി സ്റ്റോർ ഉള്ളത്? ഈ ഫിജി കാർട്ടിലൂടെ വിറ്റിട്ട് ഒരുപാട് പേർക്ക് 10 ലക്ഷം അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ 13,000 ചില്ലാൻ പ്രൈസുകൾ, ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഫിജി കാർട്ട് പാർട്ട്ണർക്ക് അഫിലിയേറ്റിന് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ലീഡർമാർക്കൊക്കെ അസൂയാവും ആദ്യം നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട്. ആരുടെ അണ്ടറിലാണ് വരണേ? ഏത് ലീഡറിന്റെ അണ്ടറിലാണ്? മനസ്സിലായി. ഓക്കെ. ജീവിതം തന്നെ അങ്ങനെയല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാത്തതല്ലേ ഒക്കെ സംഭവിക്കുക. നമുക്കറിയില്ലല്ലോ ജനനം, കുട്ടി ആണാണോ പെണ്ണോ, മരണം എപ്പോൾ, ആരെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടും, എന്തിനു വേണ്ടി, ഒന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ ജീവിക്കാൻ പഠിക്കുന്നതല്ലേ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യാൻ പോണേ? 10 ലക്ഷം പറയൂ. ഇനി നിങ്ങക്ക് കാശിന്റെ ആവശ്യമില്ലല്ലോ. ഫിജി കാർട്ട് ചെയ്യുന്ന ഫിജി സ്റ്റോർ ഉണ്ട്. വെരി ഗുഡ്. കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കണേ, മൊത്തമായിട്ട് എടുക്കരുത്. ഹോൾസെയിലായിട്ട് കൊണ്ടുവരുത്. വീട്ടിലാരൊക്കെയല്ലേ? വീട്ടിലെ വൈഫ്, അച്ഛനമ്മ, മോനുണ്ട്. ഇപ്പൊ കുഞ്ഞാവയായിട്ട് ഇപ്പൊ ജസ്റ്റ് 4 ദിവസമേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ? കുട്ടിയാണോ പെണ്ണോ? ആൺകുട്ടിയാണ്. 4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഭാഗ്യമില്ല, കുട്ടിയുടെ ഭാഗ്യ. ആദ്യത്തെ ടിക്കറ്റിൽ അടിക്കണമെങ്കില് ആ കുട്ടി മാനം കണ്ടതിന് ശേഷമാണ്. ഇനി പിടിച്ചാ കിട്ടില്ല. എന്താ പേരിട്ടോ? എന്റെ പേരിട്ടോ വേണമെങ്കിൽ. തമാശ പറഞ്ഞാണ്. അച്ഛൻ എന്താ ചെയ്യണേ? ശരി. ഓക്കെ. അപ്പൊ റിട്ടയർഡ് ആണ് അല്ലേ? അച്ഛനോട് അന്വേഷണം പറയൂ, അമ്മോടും എല്ലാവരോടും ഒക്കെ അന്വേഷണം പറയൂ. എന്താ, ഒരു ദിവസം ഞാൻ ഫിജി സ്റ്റോറിൽ വരാം, വഴിക്ക് വരുമ്പോ. നോ പ്രോബ്ലം. പിന്നെ ഫിജി കാർട്ടില് സ്റ്റോക്ക് കിട്ടാൻ ചിലപ്പോ ചില ബ്രാഞ്ചുകളിലൊക്കെ സ്റ്റോക്ക് തീർന്നു പോയിട്ട് ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. നിങ്ങക്ക് സ്റ്റോക്ക് ഉണ്ടോ? അതെന്താന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഒത്തിരി മടങ്ങ് സെയിൽ കിട്ടി. നമുക്ക് നല്ല സന്തോഷമുണ്ട്, പക്ഷെ അതേസമയം സങ്കടമുണ്ട്. കാരണം എത്ര സ്റ്റോക്ക് ഉണ്ടായിട്ടും മതിയാവുന്നില്ല. പക്ഷെ അപ്പോ ആൾക്കാര് പറഞ്ഞുണ്ടാക്കണ ചായപ്പൊടി കൊടുക്കണില്ല എന്നാ. 40 രൂപയുടെ ചായപ്പൊടി ബോച്ചയെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും കിട്ടും, ബോണസ് അടക്കം കിട്ടും, ഒരാൾക്ക് നഷ്ടപ്പെടില്ല. പിന്നെ ബിസിനസ് അല്ലേ, വലിയ സെയിലൊക്കെ ഉണ്ടാവുമ്പോ പെട്ടെന്ന് ഷോർട്ടേജ് വരില്ലേ. അപ്പൊ അതൊക്കെ ജനങ്ങളും മനസ്സിലാവും. പിന്നെ ദുഷ്പഠിക്കുന്നവരും ഇടയ്ക്ക് പണി തരാനുള്ളവരൊക്കെ ചായപ്പൊടി പറ്റിച്ചു ബോച്ചെ എന്ന് പറയുന്നുണ്ട്. വിവരമുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ കുറച്ചുപേര് ഏറ്റുപിടിക്കാനുണ്ടാവും, അത് സ്വാഭാവികം. ഐ ഡോണ്ട് മൈൻഡ്. ഓക്കെ.
ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാനൊരു ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഞങ്ങളുടെ 100 ബ്രാഞ്ചുകൾ ഇന്ത്യയിലും ഗൾഫിലായിട്ട് വരുന്നുണ്ട്. അതിന്റെ പ്രത്യേക മിനി ബ്രാഞ്ചുകളാണ്. ചെറിയ കട, ചെറിയ വില, ലൈറ്റ് വെയിറ്റ്, സൂപ്പർ സെലക്ഷൻ, ഇമ്പോർട്ടഡ് കളക്ഷൻ, അങ്ങനത്തെയൊക്കെ പരിപാടിയാണ്. നിങ്ങളൊരു വിജയിച്ച ഫിജിക്കാർട്ട് സ്റ്റോർ ഓണർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഇട്ട് തരാനുള്ള. പിന്നെ നമ്മുടെ ബാങ്കിങ്ങിന് വരുന്നുണ്ട്. ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസീസ് ആയിട്ടുള്ള ബോച്ചെ ഗോൾഡ് ലോൺ, അത് നമ്മുടെ RBIന്റെ അണ്ടറിലുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ ഫ്രാഞ്ചൈസിയും നമ്മുടെ എടുക്കട്ടെ ബോച്ചെ പാർട്ട്ണർ ബ്രാൻഡിൽ എന്ന് ആശംസിക്കുന്നു. വലിയ ആളായി വരട്ടെ. ഓക്കെ, അപ്പൊ മറക്കണ്ട, നമ്മുടെ ബോച്ചെ എയർ സീക്രട്ട് ഓയിൽ വരുന്നുണ്ട്, ബോച്ചെ എനർജി ഡ്രിങ്ക് വരുന്നുണ്ട്. ഇപ്പൊ 2ാമത്തെ കുട്ടിയല്ലേ? ബോച്ചെ എനർജി ഡ്രിങ്ക് കഴിക്കും. എന്നിട്ട് 3ാമത്തെ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം. നല്ല ഉന്മേഷവാനായിട്ടിരിക്കും. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. ഓക്കെ, so conquer the world with love. Love you, everybody. You're on Boche.